ടീസറുകളിൽ നിന്നും ട്രെയിലറുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് പാർഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഒരു സിനിമയുടെ ടീസറോ ട്രെയിലറോ ഉപയോഗിച്ച് ആ സിനിമയുടെ മുഴുവൻ പ്ലോട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്നാലും വളരെ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നമുക്ക് ചില കണക്ഷൻസ് ഒക്കെ ചില രംഗങ്ങൾക്കിടയിലുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് എമ്പുരാന്റെ ഇതുവരെ ഇറങ്ങിയ ടീസറും ട്രെയിലറും ചേർത്ത് വെച്ചുള്ള ഒരു അനാലിസിസ് നോക്കാം. ഇടയിൽ ലൂസിഫറിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ലൂസിഫറിൽ കഴിഞ്ഞ 6 വർഷമായിട്ടാണ് കേരളം ഈ പേര് കേട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞാണ് ഗോവർദ്ധൻ സ്റ്റീഫനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ലൂസിഫറിലെ സംഭവങ്ങൾ 2018 നടക്കുന്നത്. 6 വർഷം പുറകിലെന്ന് പറയുമ്പോൾ 2012 PKR സ്റ്റീഫനെ കേരള രാഷ്ട്രീയത്തിന് പരിചയപ്പെടുത്തുന്നത്. എമ്പുരാന്റെ ട്രെയിലറിൽ ഒരു കൂൾ ഡീസാച്ചുറേറ്റഡ് ആയ കളർ ടോണിൽ കാണിക്കുന്നത് IUFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ PKR സ്റ്റീഫനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അലോഷി പിടിച്ചു കൊടുത്ത കുടയ്ക്കുള്ളിലൂടെ സ്റ്റേജിലേക്ക്. അന്ന് IUF പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു PK രാംദാസ്. ഇത് ട്രെയിലറിന്റെ തുടക്കത്തിൽ IUFന്റെ പാർട്ടി ഓഫീസിലെ ചുമരിൽ പാർട്ടി പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 2007 മുതൽ 2014 വരെ PK രാംദാസ് ആയിരുന്നു പാർട്ടി പ്രസിഡന്റ്. ലൂസിഫറിൽ മഹേഷ് വർമ്മ PKRന്റെ മരണശേഷമുള്ള പാർട്ടി യോഗത്തിൽ ബോബിയോട് ചോദിക്കുന്നത് ഇനി ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ, മന്ത്രിസഭ പിരിച്ചുവിടണോ എന്നാണ്. അതായത് 2019 തീരുന്ന മന്ത്രിസഭ. അപ്പോൾ തൊട്ട് മുൻപത്തെ ഇലക്ഷൻ നടന്നത് 2014. ഗോവർദ്ധൻ പറയുന്നത് 35 വർഷമായി PKR ജയിച്ചിരുന്ന നെടുമ്പള്ളി നിയോജക മണ്ഡലം കഴിഞ്ഞ ഇലക്ഷന് സ്റ്റീഫന് വിട്ടുകൊടുത്തു എന്നാണ്. അതായത് 2012 സ്റ്റീഫനെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും 2014 നെടുമ്പള്ളി നിയോജക മണ്ഡലം സ്റ്റീഫന് വിട്ടുകൊടുക്കുകയും ചെയ്തു. തുടർന്നുള്ള സ്റ്റീഫന്റെ കഥ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കഥയാണ്. അത് 2018 PKRന്റെ മരണത്തോടെ തീരുകയാണ്. എന്തുകൊണ്ട് അത്രയും കാലം PKR സ്റ്റീഫനെ വിളിക്കാതെ 2012 വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും വ്യക്തമാണ്. PKRന്റെ മരണത്തിന് ശേഷം ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്ന ഗോവർദ്ധൻ ഓരോരുത്തരെയായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോബിയെക്കുറിച്ച് പറയുന്നത് പ്രിയദർശിനിയുടെ 2ാം കെട്ടാണെന്നും 7 വർഷം മുമ്പ് ആദ്യ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും 1 വർഷം തികയുന്നതിന് മുൻപ് ബോബിയെ പ്രിയദർശിനി വിവാഹം കഴിച്ചു എന്നുമാണ്. സോ PKR സ്റ്റീഫനെ തിരികെ വിളിക്കുന്നത് ബോബി പ്രിയയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. എമ്പുരാന്റെ ട്രെയിലറിൽ പ്രധാനമായും കാണിക്കുന്ന ഒരു കഥ PKR സ്റ്റീഫനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. IUF രാഷ്ട്രീയ വിശദീകരണ യോഗം കവർ ചെയ്യാൻ വന്നിരുന്ന മാധ്യമപ്രവർത്തകർക്കിടയിൽ പഴയ ഗോവർദ്ധനെയും ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും 15ാമത്തെ വയസ്സിൽ നിന്ന് നെടുമ്പള്ളി വിട്ട എസ്തപ്പാൻ കഴിഞ്ഞ 26 വർഷം എവിടെയായിരുന്നു എന്നതിന് ഇപ്പോഴും നമുക്കൊരു ഊഹവുമില്ല. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ എടുത്തു നടത്തിയത് സ്റ്റീഫനാണെന്ന് ഡാർക്ക് വെബ് സെർച്ചിൽ നിന്നും ഗോവർദ്ധൻ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഖുറേഷി അബ്രാം നെക്സസ് ആണ് മണപ്പാട്ടിലിനെയും IUFനെയും ബാക്കപ്പ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഖുറേഷി അബ്രാം ആണ് സ്റ്റീഫൻ എന്ന് കണ്ടെത്താൻ ഗോവർദ്ധന് കഴിഞ്ഞില്ല. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധം തീർന്നതും തുടർന്ന് ഈ രാജ്യങ്ങളുടെ റീബിൽഡിംഗ് നടന്നതും 2011-14 കാലഘട്ടത്തിലാണ്. അതിനുശേഷം പൂർണ്ണമായും കേരള രാഷ്ട്രീയത്തിലേക്ക് അബ്രാം ഖുറേഷി കടന്നു സ്റ്റീഫനായി. ട്രെയിലറിൽ കാണിക്കുന്നതിൽ കുറച്ചു ഭാഗങ്ങൾ ഖുറേഷിയുടെ പാസ്റ്റാണ്. ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ ആയ ഖ്വാർക്കോഷിലേക്ക് ഖുറേഷിയുടെ വാഹനങ്ങൾ പോകുന്നത്, ശേഷം പള്ളിയിൽ നടക്കുന്ന വെടിവെപ്പും യുദ്ധവും. പാസ്റ്റിൽ കബൂഗയ്ക്ക് ഡ്രഗ്സ് ബിസിനസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുറേഷിയുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഖുറേഷി അബ്രാം കബൂഗ മീറ്റിംഗ് ഇറാഖിൽ നടക്കുമ്പോൾ അവിടേക്ക് ചെന്ന് അവരെ കീഴടക്കാൻ തുടങ്ങുന്നതാണ് ആൻഡ്രിയ ടിവഡാറിന്റെ ക്യാരക്ടർ മിഷേൽ മെനുഹിൻ. എന്നാൽ അതിൽ മിഷേലിന്റെ ടീം തോൽക്കുന്നു. പ്രസന്റിൽ സെനഗലിൽ വെച്ച് ഡ്രഗ് കാർട്ടലിന്റെ വലിയൊരു കൺസൈൻമെന്റ് തകർക്കുന്നതായി കാണിക്കുന്നുണ്ട്. മൈക്കൽ നോവിക്കോവിന്റെ ക്യാരക്ടറായ റഷ്യൻ ഗാങ്സ്റ്റർ സെർഗി ലിയോനോവ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് പുറപ്പെടുന്ന കൺസൈൻമെന്റ്സ് ആണ് അതെല്ലാം ഡ്രഗ്സ് ആണ് എന്നുള്ള ഒരു വിഷ്വലും കാണിക്കുന്നുണ്ട്. മുൻപിൽ 3 SUVയും നടുക്കായി 2 വലിയ കണ്ടെയ്നർ, പുറകിലായി 2 SUV എന്നിങ്ങനെ. അതിൽ തന്നെ മുൻപിലത്തെ SUV തകർത്ത് ബാക്കി 2 ട്രക്കുകളും തകർത്ത് ഡ്രഗ്സ് പൂർണ്ണമായും നശിപ്പിക്കുന്നത് ട്രെയിലറിലും ടീസറിലും ആയി കാണിക്കുന്നുണ്ട്. സെർഗി ലിയോനോവ് ഖുറേഷിയുടെ അടുത്തയാളായിട്ടാണ് ലൂസിഫറിൽ കാണിക്കുന്നത്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ സെർഗി ലിയോനോവ് ഖുറേഷിയെ ചതിച്ച കബൂഗയുടെ കൂടെ കൂടി. കണ്ടെയ്നർ തകർക്കാൻ വരുന്ന ഹെലികോപ്റ്ററിന് നേരെ കബൂഗയുടെ ഗ്യാങ് പേടിച്ചുകൊണ്ട് വെടിവെക്കുന്ന രംഗം ട്രെയിലറിലുണ്ട്. കണ്ടെയ്നർ തകർത്തതിന് ശേഷം ഒരു ഷോട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ, ഒരാൾക്ക് നേരെ ഖുറേഷി തന്റെ റിവോൾവർ ചൂണ്ടുന്നുണ്ട്. അത് സെർഗി ലിയോനോവിന് നേരെയാണ്. കബൂഗയെ ഇറാഖിലെ പഴയ പള്ളിയിൽ വെച്ച് കൊന്ന് ശേഷം അവിടെ മുഴുവൻ തകർക്കുന്നു. താനാണിത് ചെയ്തത് എന്നറിയിക്കാൻ സ്വന്തം മുദ്രയുള്ള മോതിരം അങ്ങോട്ടേക്ക് എറിയുന്നു. UK-യും MI6-ഉം ചേർന്ന് ഈ ജോലി ഏൽപ്പിക്കുന്നത് KA ആണ്. മറ്റൊരു സാധ്യത MI6-ന് വേണ്ടി കബൂഗയെ കൊന്നതിന് ശേഷം ആ ബോംബ് ബ്ലാസ്റ്റിൽ ഖുറേഷി മരിച്ചു എന്ന് വരുത്തി തീർക്കാനും ആവാം ആ മോതിരം എറിയുന്നത്. ഹിന്ദു മുസ്ലിം ലഹളയും പോരാട്ടവും, തുടർന്ന് സയ്യദിന് തന്റെ കുടുംബം നഷ്ടമാവുന്നതും, ശേഷം സയ്യദിനെയും കുറെ കുട്ടികളെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നതും, അതിനിടയിൽ വെച്ച് തീവ്രവാദികളെ കൊന്ന് അവരെ മോചിപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട്. നിഖാത് ഹെഡ്ഗെയുടെ സുഭദ്ര ബെന്നിന്റെ വലിയ ഹവേലിയിലേക്ക് സയ്യൂദ് മസൂദിന്റെ മുഴുവൻ കുടുംബവും അഭയാർത്ഥികളായി എത്തുന്നു. ടീസറിൽ ഈ ഹവേലിക്ക് മുൻപിൽ ഒരുപാട് ജീപ്പുകളും വലിയൊരു ബുൾഡോസറായി അത് തകർക്കാൻ നിൽക്കുന്നവരെ കാണിക്കുന്നുണ്ട്. അത് അഭിമന്യു സിംഗിന്റെ ബൽരാജ് എന്ന ക്യാരക്ടറാണ്. ശേഷം ബൽരാജിന്റെ നേതൃത്വത്തിൽ കൂട്ടക്കുരുതി നടക്കുന്നതും ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ബൽരാജ് സുഭദ്ര ബെന്നിനെ ചതിക്കുന്നതും ആവാം.
ബൽരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററിൽ അയാൾ ഇരിക്കുന്ന കസേര ട്രെയിലറിൽ സുഭദ്ര ബെൻ അതിലിരുന്നാണ് സയ്യദിന്റെ കൂടെയുള്ളവരോട് സംസാരിക്കുന്നത്. ശേഷം അവിടെ വെച്ച് ചതിക്കപ്പെട്ട് അവരിലെ പുരുഷന്മാരെ എല്ലാവരെയും കൊല്ലുകയും സ്ത്രീകളെ അടിമകളാക്കുകയും ആവും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എല്ലാവരെയും അവർക്ക് താമസിക്കാൻ ഒരുക്കിയിരുന്ന സ്ഥലത്ത് വെച്ച് തീയിട്ടതും ആയിരിക്കാം. ഈ ഒരു ട്രെയിലർ ഫ്രെയിമിൽ ബൽരാജും അനിയനും കത്തിച്ച വീടിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ടീസറിൽ ഇതേ ഫ്രെയിമിന്റെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ, അതായത് കത്തുന്ന ആ വീടിന്റെ പുറകിൽ തന്റെ അനിയൻ സഹീറിനെയും എടുത്തു നിൽക്കുന്ന സയ്യദ് മസൂദിനെ കാണാം. അഭിമന്യു സിംഗിന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ബൽരാജിന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതായി പറയുന്നുണ്ട്. ബൽരാജിന്റെ അരയിലെ കത്തിയും അയാളുടെ വേഷവും നോക്കിയാൽ പ്രസന്റിലെ 2024 ASM പാർട്ടി അയാളുടേതാവാനും നിലവിലെ കേന്ദ്രമന്ത്രിയോ വരെ ആവാനുള്ള സാധ്യതയുമുണ്ട്. സയ്യദിന്റെ ശത്രുവാണ് ബൽരാജ് എന്ന് ഇതിനോടകം മനസ്സിലാവും. IUFന്റെ ഒരു പാർട്ടി പരിപാടിയിൽ IUFന്റെ കൊടികൾക്കിടയിലൂടെ ASMന്റെ കൊടികൾ കാണാം. സുരാജിന്റെ ക്യാരക്ടർ സജനചന്ദ്രൻ പറയുന്നതനുസരിച്ച് കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു വാർത്ത ഉടൻ നമ്മൾ കേൾക്കും എന്നാണ്. ഇത് ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ ജതിൻ രാംദാസ് IUFൽ വിട്ട് ASMൽ ചേർന്നതാവും. തുടർന്ന് ജതിൻ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യുന്നു. ശേഷം IUFന്റെ സിംഹാസനത്തിലേക്ക് പ്രിയദർശിനി രാംദാസ്. PKRന്റേതായിരുന്ന KLT 666 എന്ന കറുത്ത വണ്ടി പിന്നീട് സ്റ്റീഫന്റേതാവുകയും എന്നാൽ ഇപ്പോഴത്തെ പ്രിയദർശിനിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പ്രിയദർശിനി രാംദാസ് ചെക്ക് ഡാമിനെതിരെ നെടുമ്പള്ളി ഡാം സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ യോഗത്തിൽ പറയുന്നുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് IUFന്റെ പാർട്ടി ഓഫീസിൽ വെച്ച് പ്രിയദർശിനി ഒരു ഫയൽ നോക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ ഫയൽ അവിടെ വെച്ചത് ഗോവർദ്ധനാണ്. ലൂസിഫറിൽ ഗോവർദ്ധന്റെ എക്സ് ഫയലുകൾ ജതിന് കൊടുക്കുമ്പോൾ ആ ഫയലുകൾക്ക് മുകളിൽ ഉണ്ടായിരുന്ന അതേ കെട്ട് തന്നെയാണ് ഈ ഫയലുകൾക്ക് മുകളിലുള്ളത്. അതിൽ മിക്കവാറും ജതിൻ രാംദാസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഞെട്ടിക്കുന്ന വിവരം ആയിരിക്കും. രാത്രി വരെ നീണ്ട ആ പ്രതിഷേധ യോഗത്തിൽ ആകാശത്ത് നിന്ന് ഇടയ്ക്കിടെ ഇടിമിന്നുന്നത് കാണാം. തുടർന്ന് അവിടെ കലാപം ഉണ്ടാവുകയും പലയിടത്തും തീ പിടിക്കുന്നുണ്ട്. ഇതേ സന്ദർഭത്തിലാണ് നെടുമ്പള്ളി അച്ഛന്റെ മുൻപിൽ സ്റ്റീഫൻ സ്തുതി ചൊല്ലുന്നത്. ശേഷം അവിടെ കലാപകാരികളും സ്റ്റീഫനും സയ്യദിന്റെ ടീമും ചേർന്നുള്ള ഫൈറ്റാണ്. സ്റ്റീഫനെ കാണിക്കുന്ന സീനിൽ ഇതേ ഇടിമിന്നൽ ഉണ്ടാവുന്നുണ്ട്. ട്രെയിലറിന്റെ അവസാനം കാണിക്കുന്നത് സയ്യദ് മസൂദിന്റെ നാട്ടിലേക്ക് വീണ്ടും കലാപവുമായി വരുന്ന ബൽരാജിന്റെ പടയാളികളായിരിക്കാം. അവരുമായി ഖുറേഷിയും സയ്യദും ചേർന്നുള്ള ഫൈറ്റ്. അവസാനം ഖുറേഷിയുടെ തോക്കിൽ ബുള്ളറ്റ് ഇട്ട് സയ്യദിന് കൊടുത്ത് സയ്യദ് ബൽരാജിനെ കൊല്ലുന്നു. ഇതിനിടയിൽ UK MI6 ആയുള്ള കെയുടെ ബന്ധം, ഡ്രഗ് കാർട്ടൽസിന്റെയും ജിഹാദി ഗ്രൂപ്പുകളുടെയും കൂടുതൽ ഡീറ്റെയിൽസ്, ബോംബ് സ്ക്വാഡ് പോകുന്നത്, ഇതെല്ലാം സിനിമയിൽ നിന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ട് മതസ്ഥർ തമ്മിലുള്ള കലാപം തുടങ്ങിക്കുറിച്ചത് ചിലപ്പോൾ മുഖംമൂടി വെച്ചുകൊണ്ട് കാറിലെ ആളെ വെടിവെച്ചു കൊല്ലുന്ന ഈ ക്യാരക്ടർ ആവാം. വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ, ടീസർ ട്രെയിലർ തരുന്നത് പാർഷ്യലായ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഈ പറഞ്ഞതിനേക്കാൾ ഉറപ്പായും സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് ഇത് ഒരു സ്പെക്കുലേറ്റഡ് സ്റ്റോറി ലൈനായി മാത്രം കാണുക. ബാക്കി സിനിമ കണ്ടിട്ട്. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.